Good morning, all. Good morning, sir. 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 So, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്. No, sir. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്ത്ക്വേക്ക് ആണ്. അപ്പോൾ എർത്ത്ക്വേക്ക് അല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സീസ്മിക് ലോഡ്സ്. അപ്പോൾ സീസ്മിക് ലോഡ്സ് എന്ന് പറയുമ്പോൾ എർത്ത്ക്വേക്ക് കോസ് ചെയ്യുന്നത് സീസ്മിക് വേവ്സിന്റെ എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ അതെന്താന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സീസ്മിക് വേവ്സ് ഒക്കെ പറയുന്നതിന് മുന്നേ എർത്ത്ക്വേക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എർത്ത്ക്വേക്ക്. അപ്പോൾ എർത്ത്ക്വേക്ക് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് എന്താ അറിയാവുന്നേ? ഭൂചലനം. ഓക്കെ, അത് മലയാളം. എർത്ത്ക്വേക്കിന്റെ മലയാളം. എർത്ത്ക്വേക്ക് എങ്ങനെയാ കോസ് ചെയ്യുന്നത്? പണ്ട് ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. How earthquake caused Plates move ചെയ്യുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ് ആണ് മേജർ എർത്ത്ക്വേക്സിന്റെ റീസൺ. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കോസ് ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ അതൊരു വൈബ്രേഷൻ കോസ് ചെയ്യും. സോ ആ വൈബ്രേഷന്റെ എഫക്റ്റിലാണ് നമുക്ക് സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞ വേവ്സ് കോസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എർത്ത്ക്വേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കണക്കന്നെ shaking of Earth's surface resulting from sudden release of energy in Earth crust that creates seismic waves. So അതെങ്ങനെയാണ് നമുക്ക് കോസ് ചെയ്യുന്നത് നോക്കാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ലൈഡ് കാണാമായിരിക്കും. seismic wave radiates from the focus of an earthquake. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് seismic waves കോസ് ചെയ്യുന്നത്. സ്ലൈഡ് കാണാമല്ലോ എല്ലാവർക്കും? Yes, sir. Yes, sir. Yes, sir. സോ ഓക്കെ, ഇത് ഫസ്റ്റ് ടെക്ടോണിക് പ്ലേറ്റ്, ഇത് സെക്കൻഡ് ടെക്ടോണിക് പ്ലേറ്റ്സ്. സോ എർത്ത് ക്രസ്റ്റ് എന്ന് വെച്ചാൽ എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ. എർത്ത് ക്രസ്റ്റിനെ 7 മേജർ ടെക്ടോണിക് പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ട് 7 ടെക്ടോണിക് പ്ലേറ്റ്സും ഉണ്ട്, മൈനർ ആയിട്ട് കുറെ പ്ലേറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ്സ്, ടെക്ടോണിക് പ്ലേറ്റ്സ്, ഇറ്റ് ഫ്ലോസ് എബവ് മാന്റിൽ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എർത്തിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഔട്ടർ ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് ഇന്നർ കോർ. എർത്തിന്റെ ഏറ്റവും ഇന്നർ സർഫസ് ആണ് കോർ എന്ന് പറയുന്ന സർഫസ്. കോർ കഴിഞ്ഞിട്ട് മാന്റിൽ ഉണ്ട്, മാന്റിൽ കഴിഞ്ഞിട്ടാണ് എർത്ത് ക്രസ്റ്റ്. അപ്പൊ എർത്ത് ക്രസ്റ്റ് there are 7 major tectonic plates in earth crust. അപ്പോൾ the tectonic plates are moving like ice floating in water. അപ്പൊ മാന്റിലിന് പുറത്ത് ഐസ് എങ്ങനെയാണോ വാട്ടറിന്റെ മുകളിൽ ഒഴുകി നടക്കുന്നത് അതേ കണക്കാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പൊ മാന്റിലിനകത്ത് എസ്തനോസ്ഫിയർ എന്നൊരു പോർഷൻ ഉണ്ട്. എസ്തനോസ്ഫിയർ, ആ എസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് ലൈ ചെയ്യുന്നത്. അപ്പൊ എസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞ പോർഷൻ ഒരു പാർട്ടി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ ലിക്വിഡ് സ്റ്റേറ്റിന് മുകളിലാണ് എർത്ത് ക്രസ്റ്റിനകത്തുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് ലൈ ചെയ്യുന്നത്. അപ്പൊ പാർട്ട്ലി ലിക്വിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് ഇതിന്റെ മുകളിൽ ഇറ്റ് വിൽ മൂവ്. സോ മൂവ് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര മൂവ്മെന്റ്സ് ഒന്നുമല്ല, എ വെരി ഫ്യൂ സെന്റിമീറ്റേഴ്സ് എ ഇയർ അല്ലെങ്കിൽ എ ഫ്യൂ മില്ലിമീറ്റേഴ്സ് എ ഇയർ. സോ
സോ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു കൊളിഷൻ. അപ്പൊ ഇത് കണ്ടോ, ഇത് രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് ആണ്. ആ ടെക്ടോണിക് പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ മേജർ എർത്ത്ക്വേക്സ്. അപ്പൊ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ കൊളിഷൻ ആണ് മേജർ എർത്ത്ക്വേക്സ് റിസൾട്ട് ചെയ്യുന്നത്. അപ്പൊ ടെക്ടോണിക് പ്ലേറ്റ്സ് കോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഈ എർത്ത്ക്വേക്ക് വേവ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. The point of origin of earthquake wave is not focus. So നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ഫോക്കസ് എന്നൊരു പോയിന്റ് കാണാം. ആ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റിലാണ് എർത്ത്ക്വേക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദ പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് ആൻ എർത്ത്ക്വേക്ക് വേവ് അല്ലെങ്കിൽ സീസ്മിക് വേവ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫോക്കസ്. അപ്പൊ ആ പോയിന്റ് എങ്ങനെയാ വരുന്നത്? when two tectonic plates collide each other. രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്യുമ്പോൾ ആ കൊളിഷൻ നടക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എർത്ത്ക്വേക്ക് വേവ് ഒറിജിനേറ്റ് ചെയ്യും. ആ പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. ദ പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് ആൻ എർത്ത്ക്വേക്ക് വേവ്. പോയിന്റ് ഓഫ് എർത്ത്ക്വേക്ക് ഈസ് നോൺ ആസ് ഫോക്കസ്. ഇനി ഫോക്കസിന് നേരെ മുകളിലുള്ള എർത്ത് സർഫസ്, അതിനെയാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. എപ്പി സെന്റർ. ഫോക്കസിന് തൊട്ട് മുകളിലുള്ള എർത്ത് സർഫസിന് പറയുന്ന പേരാണ് എപ്പി സെന്റർ. എപ്പി സെന്റർ. അപ്പൊ രണ്ട് ടേം ഓർത്തിരിക്കുക. ഫോക്കസ് എന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് എർത്ത്ക്വേക്ക്. എപ്പി സെന്റർ എന്ന് പറയുന്നത് ഫോക്കസിന് തൊട്ട് മുകളിലുള്ള എർത്ത് സർഫസിന് പറയുന്ന പേരാണ് എപ്പി സെന്റർ. എപ്പി സെന്റർ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് 7 മേജർ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടെന്ന്. ദീസ് ആർ ദ 7 മേജർ ടെക്ടോണിക് പ്ലേറ്റ്സ്. യൂറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ് ആൻഡ് അന്റാർട്ടിക് പ്ലേറ്റ്. ഈ 7 മേജർ പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി നമുക്ക് എർത്ത്ക്വേക്കിന് കാരണമാകുന്നത് ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള കൊളിഷൻസ് ആണ്. ഇങ്ങനെ കൊളിഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഡാമേജ് ചെയ്യുന്നത്. സോ ഇനി എർത്ത് മെഷർ ചെയ്യുന്നത്, സോ അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. സോ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ കൊളിഷൻ കൊണ്ടുണ്ടാകുന്ന എർത്ത്ക്വേക്സിന്റെ ഒക്കെ നമ്മൾ പറയുന്നത് the scientific theory of explaining the movement of plates is known as plate tectonics. ആ നെയിം കൂടെ ഓർത്തിരിക്കുക. scientific theory of explaining the movement of plate is known as plate tectonics. Plate tectonics. സോ ഈ എർത്ത്ക്വേക്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് റിച്ചർ സ്കെയിലാണ്. സോ എർത്ത്ക്വേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത് റിച്ചർ സ്കെയിൽ. അപ്പോൾ ഇത് റിച്ചർ സ്കെയിലിൽ ദ മാഗ്നിറ്റ്യൂഡ് 0 to 2 എന്ന് വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, നോട്ട് ഫെൽറ്റ് ബൈ പീപ്പിൾ. ആൻഡ് ദ റിച്ചർ സ്കെയിൽ മെഷർമെന്റ് ഫ്രം 2 to 3 felt little by people. And richer scale from magnitude 3 to 4 ceiling light swing. And richer scale 4 to 5 wall cracks. Richer scale 5 to 6 furniture move. And richer scale 6 to 7 some building collapse. 7 to 8 many buildings destroyed. And from 8 and up total destruction of buildings and roads. അപ്പോൾ നമുക്ക് റിച്ചർ സ്കെയിലിൽ 5, 6 ഒക്കെയാണ് നമുക്ക് യൂഷ്വലി നമ്മൾ ഫീൽ ചെയ്യുന്ന മേജർ എർത്ത്ക്വേക്സ്. സോ ഇനി ഈ റിച്ചർ സ്കെയിലിൽ 2, 3 എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിച്ചർ സ്കെയിലിൽ നമ്മൾ 2 മെഷർ ചെയ്ത എർത്ത്ക്വേക്കും റിച്ചർ സ്കെയിലിൽ 3 മെഷർ ചെയ്ത എർത്ത്ക്വേക്കും അത് 10 times മോർ ഡിവാസ്റ്റേറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ റിച്ചർ സ്കെയിലിൽ നമ്മൾ 2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് മെഷർ ചെയ്തിരിക്കുന്നതെങ്കിൽ റിച്ചർ സ്കെയിലിൽ 3 എന്ന് പറഞ്ഞ വാല്യൂ ആണ് മെഷർ ചെയ്യുന്നതെങ്കിലും അതിന്റെ എഫക്ട്സ് അല്ലെങ്കിൽ എർത്ത്ക്വേക്കിന്റെ എഫക്ട് 10 times മോർ ആയിരിക്കും. ഒരു വാല്യൂ ആണ് കൂടുതൽ, ഒരു നമ്പർ ആണ് കൂടുന്നതെങ്കിലും റിച്ചർ സ്കെയിൽ അതിന്റെ എർത്ത്ക്വേക്കിന്റെ എഫക്ട് 10 times ഗ്രേറ്റർ ആയിരിക്കും അത് പറയുന്നത്. സോ ഈ സ്കെയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ചാൾസ് ഫ്രാൻസിസ് റിച്ചർ. സോ ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത്ക്വേക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. M is equal to log to the base 10 I divided by I0, where I is the intensity of earthquake and I0 intensity of earthquake with a magnitude of 0. M is equal to log to the base 10 I by I0. I intensity of earthquake, I0 intensity of earthquake with a magnitude of 0. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സീസ്മിക് വേവ്സ്, പ്ലേറ്റ് ടെക്ടോണിക്സ്, എർത്ത്ക്വേക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ.
ഏതെങ്കിലും പോർഷൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? Sir, 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 Hmm. sir, ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എവിടെയാ ഫ്ലോട്ട് ചെയ്യണമെന്ന് സർ പറഞ്ഞേ? എസ്തനോസ്ഫിയർ. മാന്റിലിന്റെ ടോപ്പ് സർഫസിൽ എസ്തനോസ്ഫിയർ എന്നൊരു റീജിയൻ ഉണ്ട്. ആ റീജിയനിലാണ് അത് ഫ്ലോട്ട് Okay, ചെയ്യുന്നത്. sir. എസ്തനോസ്ഫിയർ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാമല്ലോ. സോ പ്ലീസ് റെസ്പോണ്ട്. Yes, sir. Yes, sir. Yes, sir. Yes, sir. സോ നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ദ പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് ആൻ എർത്ത് വേവ് ഈസ് നോൺ ആസ് ഫോക്കസ്. ഈ ഫോക്കസ് ചെയ്യുന്ന നമുക്ക് എർത്ത് വേവ്സ് പറഞ്ഞു, സീസ്മിക് വേവ്സ്. ഈ നമുക്ക് രണ്ട് ടൈപ്പ് സീസ്മിക് വേവ്സ് ആണുള്ളത്. വൺ ഈസ് കോൾഡ് ബോഡി വേവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് സർഫസ് വേവ്. സോ എന്ന് വെച്ചാൽ നമുക്ക് ഫോൾട്ട് പ്ലെയിനിൽ നിന്ന് നമുക്കിപ്പോ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടാവും, അവിടെ ആയിരിക്കും എർത്ത് വേവ് ഒറിജിനേറ്റ് ചെയ്തത്. സോ ഇപ്പൊ ഈ ഒരു പോയിന്റിലാണ് എർത്ത് വേവ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേവ്സ് ജനറേറ്റ് ചെയ്യും. ഫോക്കസിൽ നിന്ന് വേവ്സ് ജനറേറ്റ് ചെയ്യും. അതിനകത്ത് ചില വേവ്സ് എന്താണ് എർത്തിന്റെ സർഫസിൽ കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ചില വേവ്സ് ഭൂമിക്കുള്ളിൽ കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ നമുക്ക് സീസ്മിക് വേവ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബോഡി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. ആൻഡ് ബോഡി വേവ്സ് ട്രാവൽ എന്താണ് എർത്തിന്റെ സർഫസിൽ കൂടെ ആയിരിക്കും ബോഡി വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. ബോഡി വേവ്സ് എർത്തിന്റെ ഇന്റീരിയറിൽ കൂടെ ആയിരിക്കും ബോഡി വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. സർഫസ് വേവ്സ് എർത്തിന്റെ സർഫസിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണ് സർഫസ് വേവ്സ്. അപ്പോ ഈ ബോഡി വേവ്സും സർഫസ് വേവ്സും ആണ് എർത്ത് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന വരുന്ന സീസ്മിക് വേവ്സ്. സോ നമ്മൾ ഫസ്റ്റ് പറയുന്നതാണ്, there are two types of waves, body waves and surface waves, and body waves can travel through earth interior layers. എർത്തിന്റെ ഇന്റീരിയർ കൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. സർഫസ് വേവ്സ് can only move along the surface of the planet like ripples of water. So അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സർഫസ് വേവ് മൂവ് ചെയ്യുന്നത്. It moves like ripples on water. And here surface waves arise after body waves. അപ്പോൾ ഒരു ബിൽഡിംഗിലേക്ക് നമുക്ക് ആദ്യം എത്തുന്നത് സർഫസ് വേവ്സ് ആയിരിക്കും. അതാണ് ഈ റെഡ് ലൈൻസിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സർഫസ് വേവ്സ് ആണ് ആദ്യം ഒരു സ്ട്രക്ചറിൽ വന്ന് ഇടിക്കുന്ന വേവ്സ്, സർഫസ് വേവ്സ്. So surface waves are responsible for the damage and destruction associated with earthquakes. So നമുക്ക് seismic wavesനകത്ത് നമുക്ക് surface waves ഉണ്ട്. The destruction caused due to an earthquake is from surface waves. Surface waves are responsible for damage and destruction associated with earthquakes. So ഇനി നമുക്ക് ബോഡി വേവ്സിനെ രണ്ട് ടൈപ്പ് വേവ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബോഡി വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പി ടൈപ്പ് വേവ്സ് ആൻഡ് എസ് ടൈപ്പ് വേവ്സ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി ടൈപ്പ് വേവ്സ് ആണ്. ബോഡി ഇൻ ടു പി ടൈപ്പ് വേവ്സ് ആൻഡ് എസ് ടൈപ്പ് വേവ്സ്. ഫസ്റ്റ് prime wave or push-pull waves, and it is the fastest wave. So body wave, P wave, S wave എന്ന് രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ട്. അതായത് P wave ആണ് fastest wave. It can move through solid rocks and fluid like water, like liquid layers of the earth. So P can travel through solid rocks, fluid like water or liquid layer of the earth. അപ്പോൾ നമുക്ക് എല്ലാ വേവ്സും നമുക്ക് രണ്ട് ടൈപ്പ് വേവ് ഉണ്ടെന്ന് പറഞ്ഞു, ബോഡി വേവ്സ്, പി വേവ്സ് ആൻഡ് എസ് വേവ്സ്. ആൻഡ് പി വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ് സർഫേസസ് ആൻഡ് ഫ്ലൂയിഡ്സ്. ഇറ്റ് പുഷസ് ആൻഡ് പുൾ ദ റോക്ക് ആസ് ഇറ്റ് മൂവ് ത്രൂ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ പി വേവ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് പുഷസ് ആൻഡ് പുൾസ് ദ റോക്ക് ത്രൂ ഔട്ട്.
Material undergo extension and compression along the direct energy transfer. So ഇതാണ് propagation of a P wave. So നിങ്ങൾക്ക് animation കാണാവോ P waves എങ്ങനെയാണ് travel ചെയ്യുന്നതെന്നും push and pull waves എന്ന് പറയുന്നത് കൊണ്ടാണ്. P waves. So എർത്തിന്റെ ഇന്റീരിയറിൽ കൂടാണ് P waves travel ചെയ്യുന്നത്. It can travel through solid surfaces as well as liquid surfaces. Clear ആണോ P waves? P waves എന്ന് പറയുന്നത് ഒരു ബോഡി വേവ് ആണ്. Clear ആണോ? P waves. And next, S waves or secondary waves. അപ്പോൾ second body waves നെ second one ആണ്. First നമ്മൾ പറഞ്ഞു P waves, ഈ second one ആണ് S waves. And S waves is slower than P wave and it can move only through solid rock. ഇത് ഇതിന്റെ major disadvantage ആണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് S wave can travel only through solid rock. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എർത്തിന്റെ ഇന്റീരിയറിൽ മാന്റിൽ എന്ന് പറഞ്ഞ പോർഷൻ എന്താണ്? മാന്റിൽ പോർഷനകത്ത് ഒരു ലിക്വിഡ് സ്റ്റേജിലാണ് പലപ്പോഴും മാന്റിലെ കുറച്ച് പോർഷൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. മാന്റിൽ ഫുള്ള് ലിക്വിഡ് അല്ലെങ്കിൽ മാന്റിലെ കുറച്ച് പോർഷൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ മാന്റിൽ കൂടി ഈ എസ് വേവ് ട്രാവൽ ചെയ്യത്തില്ല ബിക്കോസ് ഇറ്റ് ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് റോക്സ്. മാന്റിൽ ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് റോക്സ്. സോ എസ് വേവ്സ് ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് റോക്സ്. ഈ എസ് വേവ് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ഇറ്റ് മൂവ്സ് റോക്ക് പാർട്ടിക്കിൾ അപ്പ് ആൻഡ് ഡൗൺ or side to side perpendicular to the direction of propagation. It moves the particle up and down. So ഇങ്ങനെയാണ് S waves travel ചെയ്യുന്നത്. It moves the particle up and down. ഒരു up and down മൂവ്മെന്റിലാണ് S waves travel ചെയ്യുന്നത്. So P waves ഒരു push and pull മൂവ്മെന്റിലാണ് P waves travel ചെയ്യുന്നത്. S waves ഒരു up and down movement. So S waves എന്ന് വെച്ചാൽ it can travel only through solid surfaces. But P waves can travel through solid as well as liquid surfaces, and both will be traveling. P waves and S waves can travel only through the interior surface of the Earth. Earth's interior kuda maatrame body waves travel cheyullu. Allengi P and S waves can travel only through the interior surface of Earth. Clear aano? Yes, sir. Yes, sir. So next, surface waves. Waves, two types of body waves പറഞ്ഞു, P wave and S wave. ഇതേ കണക്കന്നെ നമുക്ക് സർഫസ് വേവ്സ് രണ്ട് ടൈപ്പ് സർഫസ് വേവ് ഉണ്ട്, ലവ് വേവ്സ് ആൻഡ് റെയിലിക് വേവ്സ്. ലവ് വേവ്സ് ആൻഡ് റെയിലിക് വേവ്സ് എന്നാണ് രണ്ട് ടൈപ്പ് സർഫസ് വേവ്സിനെ പറയുന്നത്. So first one പറയുന്നത് love wave. It is the fastest surface wave and moves the ground from side to side. It is the fastest surface wave and moves the ground from side to side. So side to side movement ആണ്. ഞാൻ animation കാണിച്ചു തരാം. It has no vertical component. It is confined to the crust. Love waves produce entirely horizontal motion. So the love waves will be producing only horizontal motion. Vertical component illa. The T2 എന്ന് പറഞ്ഞത് കാണാം. ഇങ്ങനെ horizontal ആയിട്ടുള്ള movements മാത്രമേ love waves നുള്ളൂ. It travels only on the surface. Horizontal movements മാത്രമേ ഉള്ളൂ. എർത്തിന്റെ സർഫസിലാണ് കാണുന്നത്. In next one, Rayleigh waves. So Rayleigh waves. So ഇതിന്റെ മൂവ്മെന്റ് നോക്കിക്കേ, it oscillates in an elliptical path in vertical plane along the horizontal motion along the direction of energy transmission. It rolls along the ground like a wave rolls across a lake or an ocean. Most of the shaking felt from an earthquake is due to Rayleigh wave, which can be much larger than other wave. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യുന്നത് Rayleigh വേവിന്റെ എഫക്റ്റ് കൊണ്ടാണ്. സോ ഇങ്ങനെയാണ് Rayleigh വേവ് വരുന്നത്. നമുക്കൊരു തിരമാല വരുന്ന രീതിയിലാണ് Rayleigh വേവ് എർത്തിന്റെ സർഫസിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്.
ക്ലിയർ ആണോ? റെയിലിക് വേവ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ഒരു ഓഷ്യൻ മൂവ് ചെയ്യുന്ന ഇത് കണ്ടെങ്കിൽ ക്ലിയർ ആവും എങ്ങനെയാണ് റെയിലിക് വേവ് എർത്ത് സർഫസിൽ എങ്ങനെയാണ് റെയിലിക് വേവ് ട്രാവൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സർ ഒന്നുകൂടി പറയൂ. റെയിലിക് വേവ്സ് ആണോ? യെസ് സർ. ഏതാ? One second, slide വന്നോട്ടെ. So Rayleigh waves make a particle oscillate in an elliptical path. So it oscillate a particle in an elliptical path. ഈ waves മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ എർത്ത് സർഫസിൽ ആ ഏതൊക്കെ ബോഡിയിൽ മീറ്റ് ചെയ്യുന്നു, it oscillates an elliptical path in vertical plane. Vertical plane വെച്ചാൽ y axis up and down ആയിരിക്കും. In vertical plane along the horizontal direction of energy transmission. It rolls along the ground like a wave rolls across a lake or ocean. So ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതുണ്ടോ ആ റെയിലിക് വേവിന്റെ മോഷൻ താണ്ട ഇങ്ങനെ അപ്പ് പിന്നെന്താണ് ഡൗൺ. പക്ഷേ ഇതിങ്ങനെ അപ്പ് മൂവ് ചെയ്യുമ്പോഴും ഇങ്ങനൊരു മോഷനും കൂടി ഉണ്ടാവും. അതാണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പ് മോഷന്റെ കൂടി ഇതിങ്ങനെ ഒരു ഓസിലേഷൻ ആയിട്ടുള്ള ഒരു മോഷനും കൂടെ ഉണ്ടാവും. അപ്പായിട്ട് മൂവ് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കൂടെ തന്നെ ഇതാണ് ഈ പാർട്ടിക്കിൾ മോഷൻ, വേറെ ടൈപ്പ് മോഷനും കൂടെ അതിനകത്ത് ഉണ്ടാവും. സോ ഇതാണ് അതിന്റെ ശരിക്കുമുള്ള എഫക്റ്റ്, റെയിലിക് വേവിന്റെ ശരിക്കുമുള്ള എഫക്റ്റ്. ഒരു ഓഷ്യനിൽ ഒരു തിരമാല വരുന്ന രീതിയിലായിരിക്കും ആ റെയിലിക് വേവ് എർത്തിന്റെ സർഫസിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സീഷോർ നിൽക്കുമ്പോൾ സീ വേവ്സ് എങ്ങനെയാണോ ഷോറിലേക്ക് വരുന്നത്, അതേ കണക്കാണ് റെയിലിക് വേവ്സ് എർത്തിന്റെ സർഫസിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ സർ. സർ അപ്പൊ ഇതും ലവ് വേവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലവ് വേവ്സിന് വെർട്ടിക്കൽ മോഷൻ ഇല്ല. ശരി. സോ ലവ് വേവ്സ് ഉണ്ടോ ഹൊറിസോണ്ടൽ മോഷനേ ഉള്ളൂ. അതുകൊണ്ടേ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടേ മൂവ് ചെയ്യുള്ളൂ. ഇവിടെ ആരോ കൊടുത്തേക്കുന്നുണ്ടോ? ഹൊറിസോണ്ടൽ മോഷൻ ആണുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ മോഷൻസ് ഇല്ല. അതായത് വൈ ആക്സിസിലുള്ള മോഷൻസ് ഇല്ല, എക്സ് ആക്സിസിലുള്ള മോഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ 2 ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ്, എക്സും ഇസഡ് ആക്സിസിലുള്ള മോഷനേ ഉള്ളൂ. വെർട്ടിക്കൽ ആക്സിസ് വൈ ആക്സിസിലുള്ള മോഷൻസ് ലവ് വേവ്സിന് ഇല്ല. പേരിട്ടേക്കുന്നേ അല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ കാഷ്വലായിട്ട് ചോദിച്ചതേ ഉള്ളൂ. എന്താ അങ്ങനെ പേരിട്ടേക്കുന്നതിന്? അങ്ങനെ ലവ് വേവ്സും റെയിലിക് വേവ്സും എന്നാണോ? ആ അതെനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത് ബോഡി വേവ്സിലെ പി വേവ്സിന്റെ ഒരു അനിമേഷൻ ആണ്. എങ്ങനെയാണ് പി വേവ്സ് എർത്തിന്റെ ഇന്റീരിയർ കൂടി ട്രാവൽ ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് എർത്തിൽ ഫീൽ ചെയ്യുന്നത് പി വേവ്സ് മൂവ് ചെയ്യുമ്പോൾ. പി വേവ്സ് സീസ്മിക് വേവ്സിനകത്തുള്ള പി വേവ്സിന്റെ എഫക്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പി വേവ്സ് എസ് വേവ്സ്, ബോഡി വേവിലെ എസ് വേവ് ഇങ്ങനെയാണ് എർത്തിന്റെ ഇന്റീരിയർ കൂടി ട്രാവൽ ചെയ്യുന്നത്. ഇനി എസ് വേവ് ഏതൊരു മീഡിയത്തിൽ കൂടെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ? ലിക്വിഡിലോ സോളിഡിലോ? അത് രണ്ട് മീഡിയത്തിലും ട്രാവൽ ചെയ്യുമോ എസ് വേവ്സ്? Solid medium. എസ് വേവ് സോളിഡ് മീഡിയം, അതായത് റോക്സിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുള്ളൂ, ലിക്വിഡ് മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യില്ല. ഇത് സർഫസ് വേവ് ആണ്, സർഫസ് വേവ്സ്. സോ റെയിലിക് വേവ്സ്, റെയിലിക് വേവ്സ് മൂവ് ചെയ്യുന്ന എർത്ത് സർഫസിൽ. ഇങ്ങനെയാണ് എർത്തിന്റെ സർഫസിൽ റെയിലിക് വേവിന്റെ എഫക്റ്റ് വരുന്നത്.
സോ നെക്സ്റ്റ് വൺ ലവ് വേവ്സ്. സോ ലവ് വേവ്സ് ഇങ്ങനെയാണ് എർത്തിന്റെ ഫീൽ ചെയ്യുന്നത്, എർത്തിന്റെ സർഫസിൽ വരുന്നത്. നിങ്ങൾക്ക് അനിമേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? സോ വീഡിയോ സ്റ്റക്ക് ആവുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പവർ പോയിന്റിൽ ഇട്ട് പ്ലേ ചെയ്യുന്നോണ്ടാണ് തോന്നുന്നു. വീഡിയോ ഫയലായിട്ട് മാത്രം പ്ലേ ചെയ്യേണ്ടി വരും. അല്ല, ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തരാം, അപ്പോൾ പവർ പോയിന്റ് ഇട്ട് വ്യൂ ചെയ്താൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സീസ്മിക് വേവ്സ് രണ്ട് ടൈപ്പ് വേവ് ഉണ്ട്, ബോഡി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. ബോഡി വേവ്സിന് പി വേവും എസ് വേവും, പ്രൈമറി വേവ് ആൻഡ് സെക്കൻഡറി വേവ്. സർഫസ് വേവ്സ് ലവ് വേവ്സ് ആൻഡ് റെയിലിക് വേവ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, sir. വേവ്സിന്റെ മോഷൻ. ഓക്കെ, 1 second. സോ നെക്സ്റ്റ് നമ്മുടെ സീസ്മിക് വേവ്സിന്റെ എഫക്റ്റ് പറയുകയാണ് ഒരു ബിൽഡിങ്ങിൽ. അപ്പൊ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഫിഗറിൽ എഫക്ട് ഓഫ് ഇനേർഷ്യ ഇൻ എ ബിൽഡിംഗ് വെൻ ഷേക്കൺ അറ്റ് ഇറ്റ്സ് ബേസ്. അപ്പോൾ എർത്ത് എഫക്റ്റ് വരുന്നത് എപ്പോഴും എവിടെയാണ്? ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനിലാണ് എർത്ത് എഫക്റ്റ് വരുന്നത്. അപ്പോൾ സീസ്മിക് വേവ്സ് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫൗണ്ടേഷൻ അതേ കണക്ക് തന്നെ ഡിസ്പ്ലേസ്ഡ് ആവും. ഫൗണ്ടേഷൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, സൂപ്പർ സ്ട്രക്ചർ എന്ന് വെച്ചപ്പോൾ ഫൗണ്ടേഷന് മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചർ അതേ കണക്ക് മൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ കാണാം. സോ ഫൗണ്ടേഷൻ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ റൂഫ് എന്ത് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ മൂവ് ചെയ്യുന്ന അത്രയും തന്നെ റൂഫ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഫിഗർ നോക്കി കാണാം, ആക്സിലറേഷൻ എങ്ങനെയാണ്? ടുവേർഡ്സ് റൈറ്റ്സ് ആണ്, പക്ഷേ റൂഫ് എന്ത് ചെയ്യാണ്? ഇറ്റ് പ്രൊവൈഡ് ആൻ ഇനേർഷ്യ ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് വന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതിന്റെ എഫക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബോഡിയുടെ ഫുൾ സ്ട്രക്ചറും ഇതേ കണക്ക് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ബോഡിയുടെ ലോവർ പാർട്ട് ഫൗണ്ടേഷൻ പാർട്ട് എന്ത് ചെയ്യാണ്? ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ സൂപ്പർ സ്ട്രക്ചർ അതായത് റൂഫും അത് കണക്കുള്ള വാൾസും ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു കൊളാപ്സ്. ആ ബോഡി ഫുള്ളായിട്ട് ഒരേ കണക്ക് മൂവ് ചെയ്യണം. സോ സീസ്മിക് ലോഡ്സ് നമ്മൾ എങ്ങനെയാണ് അത് അതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. So first point, earthquake causes shaking of the ground, building experience motion at its base. And figure 1, roof has a tendency to stay in its original position. Since the walls are flexible, motion of roof is different from that of ground. ഇനി നമ്മൾ ഫിഗർ 2 വെച്ചിട്ടാണ് നമ്മൾ സീസ്മിക് ലോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. If the roof has a mass m, അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് റൂഫിന്റെ മാസ് m ആണെങ്കിൽ and it is experience an acceleration a. So ഇവിടെ റൂഫിന്റെ മാസ് m and it experience an acceleration a. Acceleration സീസ്മിക് വേവിന്റെ എഫക്റ്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ആക്സിലറേഷൻ a. Then from Newton's second law of motion, force is equal to mass into acceleration. From Newton's second law of motion, force is equal to mass into acceleration, and its direction is opposite to that of acceleration. So then higher the mass, higher will be the inertia force, and lighter building sustains the earthquake shaking better. Lighter buildings will sustain the earthquake shaking better. So ഇതും ആ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് എർത്ത് ഷേക്കിംഗ്? എന്താണ് ടുവേർഡ്സ് ഇങ്ങോട്ടാണ് എർത്ത് ഷേക്കിംഗ് വരുന്നത്. പക്ഷെ ഇനേർഷ്യ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്.
So it can be calculated. The inertia force is equal to mass into acceleration. So നമുക്ക് ബോഡിയുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ, ഇപ്പൊ അതായത് നമ്മുടെ ഡെഡ് ലോഡ് ഓഫ് ദ സ്ട്രക്ചർ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? higher will be the inertia force. So how to quantify seismic load? So നമ്മൾ പറഞ്ഞു, from Newton's second law of motion, force is equal to mass into acceleration. ഇനി നമ്മൾ ആ സീസ്മിക് ലോഡ്സ് മെഷർ ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് റെഫറൻസ് വെച്ചിട്ടായിരിക്കും, IS 1893. IS 1893. It deals with the assessment of seismic load on various structures and earthquake resistant buildings. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എർത്ത് റെസിസ്റ്റന്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് റെഫറൻസ് ആണ് IS 1893. ഇനി നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിങ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്തായിരിക്കും പറയുന്നത്? കൂടുതലും ഒരു 50 അല്ലെങ്കിൽ 75 ഇയേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന നോർമൽ ആയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത്. സോ നമുക്കറിയാം, ഒരു മേജർ ഡിസാസ്റ്റർ, ഇപ്പോൾ എർത്ത് ഫ്ലഡ്, അത് കണക്കുള്ള ഒരു മേജർ ഡിസാസ്റ്റർ, ഇറ്റ് ഒക്കേഴ്സ് വൺസ് ഇൻ 100 years. അതിന്റെ ഏറ്റവും ഡിവാസ്റ്റേറ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റില് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നത് വൺസ് ഇൻ 100 years ആണ്. അപ്പോൾ എർത്ത് റെസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കോസ്റ്റ് ആണ്. 100% എർത്ത് വിസ്റ്റാൻഡ് ചെയ്യുന്ന സ്ട്രക്ചർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ റീജിയനിൽ എർത്ത് ഉണ്ടായാൽ ബിൽഡിങ്സ് പെട്ടെന്ന് കൊളാപ്സ് വരും. എർത്ത് ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് എർത്ത് ഫീൽ ചെയ്തിട്ട് നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് എക്സ്കേപ്പ് ആവാനുള്ള ഒരു സമയം വരെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെ വേണം കൺസ്ട്രക്ട് ചെയ്യണം, അല്ലാതെ റെസിസ്റ്റന്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ ലൈഫ് വൺസ് ഇൻ 100 years ഉണ്ടാകുന്ന ഒരു എർത്ത് വേണ്ടിയിട്ട് ഒരുപാട് കാശ് നമ്മൾ ചെലവാക്കാറില്ല. അതിന് പകരം എന്തായാലും വി ഷുഡ് എസ്കേപ്പ് ഫ്രം ദാറ്റ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എർത്ത് ഫീൽ ചെയ്താൽ കുറച്ച് നേരം അത് എർത്ത് റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ആ സമയത്തിൽ ആ രീതിയിലായിരിക്കും എർത്ത് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ റെഫർ ചെയ്യുന്ന കോഡാണ് IS 1893. അപ്പോൾ IS നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കോഡ് ബുക്ക് പറയുന്നത് ജനറൽ പ്രൊവിഷൻ ബിൽഡിങ്സ് ആണ് പറയുന്നത്. പാർട്ട് 2 ലിക്വിഡ് റിറ്റൈനിങ് സ്ട്രക്ചേഴ്സ് എലിവേറ്റഡ് ആൻഡ് ഡൗൺ സപ്പോർട്ടഡ്. നമ്മുടെ വാട്ടർ ടാങ്ക്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് പാർട്ട് 2. പാർട്ട് 3 ബ്രിഡ്ജസ് ആൻഡ് റിറ്റൈനിങ് വാൾ, ബ്രിഡ്ജസ് ആൻഡ് റിറ്റൈനിങ് വാൾ. പാർട്ട് 4 ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പാർട്ട് 5 ഡാംസ് ആൻഡ് എംബാങ്ക്മെന്റ്സ്. സോ ഇന്ത്യയിൽ നമ്മൾ റെസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഓഫ് റെഫറൻസ് ആണ് IS 1893. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാർ, ഈ ലൈറ്റർ ബിൽഡിംഗ് എന്ന് പറഞ്ഞില്ലേ? ഹലോ സാർ, കേൾക്കുന്നു. ഈ സ്ലൈഡിലാണോ? ഈ സ്ലൈഡിൽ പറഞ്ഞാണല്ലോ. ലൈറ്റർ ബിൽഡിംഗ്. സോ ലൈറ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതെ, ഡെഡ് ലോഡ് കുറഞ്ഞ ബിൽഡിംഗ് ആണ് ലൈറ്റർ ബിൽഡിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇല്ലേ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രിക്ക് എടുക്കുവാണ്. ഇപ്പോ നമുക്ക് എല്ലാ ബ്രിക്സ്, ഇപ്പം നമ്മുടെ സിമെന്റ് ബ്ലോക്കിന്റെ വെയിറ്റ് ആയിരിക്കില്ല നമ്മുടെ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ വെയിറ്റ്, ആ വെയിറ്റ് അല്ല ഹോളോ ബ്ലോക്കിന്. അപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് ബിൽഡിങ്ങിന്റെ വെയിറ്റ് വ്യത്യാസം വരും. അതാണ് ഈ പറയുന്ന ലൈറ്റർ ബിൽഡിങ്സ്. ഇപ്പൊ ചില കേസിൽ നമുക്ക് ബിൽഡിങ്സ് ലൈറ്റർ ബിൽഡിങ്സ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതാണ് ലൈറ്റർ ബിൽഡിങ്സ് ഉദ്ദേശിക്കുന്നത്.
നമുക്ക് ലൈറ്റർ ബിൽഡിങ്സ് പ്രിഫർ ചെയ്യാം. മേജർ എർത്ത് വരുന്ന സൈഡിൽ വരുന്ന റീജിയൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ലൈറ്റർ ബിൽഡിങ്സ് പ്രിഫർ ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ജപ്പാൻ പോലുള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവിടെ ഫ്രീക്വന്റ് ആയിട്ട് എർത്ത് ഉണ്ടാകുന്നതായിരിക്കും, പക്ഷെ ലൈഫ് റിമെയിൻസ് നോർമൽ. അപ്പോൾ അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലൈറ്റർ ബിൽഡിങ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ 100% ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നമ്മൾ റിച്ചർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് ഒരു 5 വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. വെച്ചാൽ എബോവ് 5 റിച്ചർ സ്കെയിലിൽ മെഷർ ചെയ്യുന്ന എർത്ത് എപ്പോഴും ഉണ്ടാകണമെന്നില്ല. 4-5 റേഞ്ചിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും യൂഷ്വൽ എർത്ത് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ വരുന്ന റിച്ചർ സ്കെയിലിൽ എബോവ് 6 റിച്ചർ സ്കെയിലിൽ മെഷർ ചെയ്യുന്ന എർത്ത് ഉണ്ടായാൽ അതിനെ കുറച്ചു നേരമെങ്കിലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യത്തുള്ളൂ. അതായത് 100% റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പ്രസന്റേഷൻ പോയോ? അഫ്സാന ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. പ്രസന്റേഷൻ പോയിട്ടുണ്ട്, കാണാൻ വയ്യ. നെറ്റ് ഒന്ന് ബഫർ ചെയ്തപ്പോൾ സ്ലൈഡ് ക്ലോസ് ആയിപ്പോയി. 1 സെക്കൻഡ്, ഞാൻ ഒന്ന് ലോഡ് ചെയ്തോട്ടെ. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സർ പറഞ്ഞോളൂ. സർ, ഈ ലൈറ്റർ വെയിറ്റ് ഉള്ള ബിൽഡിങ്സ് ഒക്കെ എന്തിനാ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ലൈറ്റർ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് ബിൽഡിങ്സിന്റെ വെയിറ്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഇപ്പോ കോൺക്രീറ്റ് ബ്രിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് അനുസരിച്ച് ബിൽഡിങ്ങിന്റെ വെയിറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ലൈറ്റർ ബിൽഡിങ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്താൽ എർത്ത് റെസിസ്റ്റന്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എർത്ത് റെസിസ്റ്റന്റ് ആയിരിക്കും എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ ഇപ്പോ സോയിൽ കണ്ടീഷൻ, ഒരുപാട് വെയിറ്റ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത സോയിൽ എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കില്ല. ചില സ്ഥലങ്ങളിൽ എന്താണ് സോയിലിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ബിയറിംഗ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ റീജിയനിലാണ് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ലൈറ്റർ ബിൽഡിങ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഹെവി മെറ്റീരിയൽസ് വെച്ച് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നിടത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ബിൽഡിങ്സ് താന്നു പോകാനുള്ള സാധ്യത ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ബിൽഡിങ്ങിന്റെ ഒരു വീടിന്റെ കുറച്ച് പോർഷൻ മാത്രം മണ്ണിലേക്ക് താന്നു പോയെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? അപ്പോൾ അവിടെ ബിയറിംഗ് കപ്പാസിറ്റി അനുസരിച്ച് വീട് ഡിസൈൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി ഒരുപാട് കുറവുള്ള സോയിൽ ആണെങ്കിൽ നമ്മൾ ലൈറ്റർ ബിൽഡിങ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ലൈറ്റർ ബിൽഡിങ്സ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് സീസ്മിക് ലോഡ് എന്താണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സീസ്മിക് ലോഡ് പറയണമെങ്കിൽ നമ്മൾ 2 ടൈപ്പ് സീസ്മിക് വേവ്സ് അറിഞ്ഞിരിക്കണം. പി വേവ്സും എസ് വേവ്സും. അതിനൊക്കെ അതിന്റെ എഫക്റ്റ് എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, ആ വേവിന്റെ പ്രോപ്പർട്ടി എന്താണ്, പിന്നെ പറഞ്ഞ സീസ്മിക് ലോഡ്. പ്രസന്റേഷൻ ഒന്ന് ലോഡ് ചെയ്തോട്ടെ. കട്ടായി പോയി കഴിഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് ഒരേ സമയത്ത് ഉള്ളത് കൊണ്ട് ലോഡാൻ കുറച്ച് സമയം വരും. സോ ഇപ്പൊ സ്ലൈഡ് കാണാമല്ലോ. Yes, sir. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സീസ്മിക് കോയിഫിഷ്യന്റ്. സീസ്മിക് ഫോഴ്സിലെ ഹൊറിസോണ്ടൽ സീസ്മിക് കോയിഫിഷ്യന്റ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോൺ. സോൺ എന്ന് വെച്ചാൽ നമ്മൾ റിച്ചർ സ്കെയിൽ പറഞ്ഞു. അപ്പോൾ റിച്ചർ സ്കെയിലിൽ വെച്ച് നമ്മൾ ഒരു റീജിയൻ ഏത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോൺ. സോ ഇതാണ് സീസ്മിക് സോൺ, ഇന്ത്യയുടെ സീസ്മിക് സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോൺ 2, സോൺ 3, സോൺ 4, സോൺ 5. അപ്പോൾ ഈ
എന്താണ് റിച്ചർ സ്കെയിലിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ 2, 3, 4, 5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൂയിലേക്കാളും കൂടുതലായിരിക്കും എന്ത് ചെയ്യുന്നത് എർത്ത് പ്രോൺ ആയിട്ടുള്ളത് യെല്ലോയിൽ, അതിലും കൂടുതലായിരിക്കും ഗ്രീനിൽ, പിന്നെ അതിലും കൂടുതലായിരിക്കും പിങ്കിൽ. അങ്ങനെയാണ് സീസ്മിക് സോൺസ്. അപ്പോൾ എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി എന്തുമാത്രം എർത്ത് ക്വേക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നനുസരിച്ചിട്ടാണ് നമ്മൾ സീസ്മിക് സോൺസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സീസ്മിക് സോൺസ് ഒരുപാട് വർഷങ്ങളിലെ അവിടുത്തെ സ്റ്റഡീസ് വെച്ചിട്ടാണ് സീസ്മിക് സോൺസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീസ്മിക് കോയിഫിഷ്യന്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോൺ. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഫാക്ടർ. ഇമ്പോർട്ടൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ യൂസ് ഓഫ് എ ബിൽഡിംഗ്. ഫങ്ഷണൽ യൂസ് ഓഫ് എ ബിൽഡിംഗ്. ഇപ്പോൾ നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന യൂസ് എന്താണ്? ഐദർ ഇറ്റ് മേ ബി എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഓർ ഇറ്റ് മേ ബി എ ഷോപ്പിംഗ് കോംപ്ലക്സ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഗോ ഡൗൺ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ആ ബിൽഡിങ്ങിന്റെ പർപ്പസ്, അതാണ് ഇമ്പോർട്ടൻസ് ഫാക്ടർ യൂസ് ചെയ്യുന്നത്. തേർഡ് പറയുന്നതാണ് റെസ്പോൺസ് റിഡക്ഷൻ ഫാക്ടർ. സോ ക്യാരക്ടറൈസ്ഡ് ബൈ ഡക്ടൈൽ ആൻഡ് ബ്രിട്ടിൽ ഡിഫോർമേഷൻ. റെസ്പോൺസ് റിഡക്ഷൻ ഫാക്ടർ. അപ്പോൾ ഡക്ടൈൽ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എന്താണ് കുറച്ച് നേരം കൂടി അത് ഇലോങ്ങേഷൻ പ്രോപ്പർട്ടിയാണ് ഡക്ടൈൽ. അപ്പോൾ എർത്ത് ക്വേക്കിന്റെ എഫക്റ്റ് കൊണ്ട് പെട്ടെന്ന് അത് ഡിസ്മാൻഡിൽ ചെയ്ത് പോകരുത്. അതാണ് ഇവിടെ ഡക്ടൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ക്രാക്സ്, പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്ത് പോകും. അതാണ് ബ്രിട്ടിൽ. അപ്പോൾ റെസ്പോൺസ് റിഡക്ഷൻ ഫാക്ടർ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇറ്റ് മെഷേർഡ് ബൈ ദ ഡക്ടൈൽ ആൻഡ് ബ്രിട്ടിൽ ഡിഫോർമേഷൻ. അപ്പൊ നമ്മുടെ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡക്ടൈൽ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് നേരമെങ്കിലും ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്ത് ചെറിയൊരു ഇലോങ്ങേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ ഷേപ്പ് ഓഫ് ബിൽഡിംഗ്. ഷേപ്പ് ഓഫ് ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. എന്ന് വെച്ചാൽ സീസ്മിക് ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ ഷേപ്പ് ഓഫ് ദ ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അപ്പോൾ നമ്മുടെ ബിൽഡിങ് ഒരു സ്ക്വയർ ബിൽഡിംഗ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബിൽഡിംഗ്, ഒരു റെഗുലർ ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണെങ്കിൽ സീസ്മിക് ഫോഴ്സിനെ അത് പെട്ടെന്ന് തന്നെ സീസ്മിക് ഫോഴ്സ് എന്നുള്ള ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എർത്ത് ക്വേക്കിന്റെ എഫക്റ്റ് പെട്ടെന്ന് ആ ബിൽഡിങ്ങിൽ എഫക്റ്റ് ചെയ്യില്ല. അത് സിമെട്രിക്കൽ ഷേപ്പിലുള്ള ബിൽഡിങ്സ് ആണ്. ഇതാണ്ട് റെസ്പോൺസ് ഓഫ് എ ബിൽഡിംഗ് ടു എർത്ത് ക്വേക്ക്. നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും ഈ ഒരു രീതിയിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എർത്ത് ക്വേക്കിന്റെ എഫക്ട് കൊണ്ട് ബിൽഡിംഗ് കൊളാപ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് വൺ ഇസ് ടു ടോൾ, ഒരുപാട് ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണ്. ഇതാണ് നമുക്ക് താഴെ മാത്രമേ ഇവിടെ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പൊ ബോട്ടം പോർഷൻ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ടോപ്പ് പോർഷൻ റിമൈൻ സ്റ്റിൽ. ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവും ടോപ്പിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ 3 ടൈപ്പ് കൺസ്ട്രക്ഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ എർത്ത് ക്വേക്കിന്റെ എഫക്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ പ്രിഫർ ദിസ് വൺ. അപ്പോൾ സിമ്പിൾ ഗുഡ് പ്ലാൻ. ഈ സെക്കൻഡ് പോർഷനുള്ള ഈ ഒരു രീതിയിൽ വേണം ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇനി ഒരുപാട് ലെങ്ത് ഉള്ള ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊവൈഡ് എ ഗ്യാപ്പ്. ഇവിടെ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യാം. സോ മെയിൻലി ഈ കൊടുത്തിരിക്കുന്ന രീതിയിലൊന്നും ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാതിരിക്കുക. ഈ രീതിയിലുള്ള ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു എർത്ത് ക്വേക്ക് വേവ്സ് വന്നു കഴിഞ്ഞാൽ അത് ബിൽഡിംഗ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആവും. ഈ ഒരു ടൈപ്പ് രീതിയിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ഒക്കെ. സോ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുത്തിരുന്നതാണ്. ബിൽഡിംഗ് പെർഫോമൻസ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്, 2 എക്സ്ട്രീംസ്, ദ ഡക്ടൈൽ ആൻഡ് ബ്രിട്ടിൽ. അപ്പോൾ ബ്രിട്ടിൽ ആണെങ്കിൽ ബിൽഡിങ്സ് പെട്ടെന്ന് തന്നെ എർത്ത് ക്വേക്കിന്റെ എഫക്റ്റ് കൊണ്ട് അത് കൊളാപ്സ് ആയി പോകും. ഡക്ടൈൽ ആണെങ്കിൽ ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് എർത്ത് ക്വേക്ക്. ഇത് കുറച്ച് എലോങ്ങേഷൻ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് ഡിസ്മാൻഡിൽ ചെയ്ത് പോവില്ല. സോ ഫോർ ബെറ്റർ പെർഫോമൻസ്, ഒരു എർത്ത് ക്വേക്കിന്റെ എഫക്റ്റിനെ വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബിൽഡിങ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം? സോ പറയുന്നത് ടു പെർഫോം വെൽ ഇൻ ആൻ എർത്ത് ക്വേക്ക് എ ബിൽഡിംഗ് ഷുഡ് പോസസ് സിമ്പിൾ റെഗുലർ കോൺഫിഗറേഷൻ. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഫിഗേഴ്സിനകത്തുണ്ട് എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആൻഡ് റെഗുലർ കോൺഫിഗറേഷനിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആഡിക്വേറ്റ് ലാറ്ററൽ സ്ട്രെങ്ത്, stiffness, ductility. So it should possess a simple and regular configuration, adequate lateral strength, stiffness, and it should be ductile. It should have a ductile property.
So പിന്നെ പറയുന്ന പോയിന്റ്സ് നോക്കി, buildings having simple regular geometry and uniformly distributed mass and stiffness in plan as well as in elevation suffer much less damage than tall buildings with irregular configurations. So ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമ്മളൊരു എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ടാണ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആ സ്ട്രക്ചർ ഒരു റെഗുലർ ജോമെട്രിയിലുള്ള സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാം. റെഗുലർ ജോമെട്രിയിലുള്ള സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സീസ്മിക് ലോഡിൽ വരുന്നത്, എർത്ത്ക്വേക്കിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സീസ്മിക് ലോഡ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം മനസ്സിലായോ? Yes, sir. സോ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ലൈഡ്സും കൂടി കാണിച്ചു തരാം, എർത്ത്ക്വേക്കിന്റെ എഫക്ട്സ് ഒക്കെ എങ്ങനെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടോ? കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നായിരുന്നല്ലോ. നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയോ? നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടില്ലേ? ഇപ്പൊ നേരത്തെ ഞാനൊരു ഫിഗർ കാണിച്ചിരുന്നു. നമുക്ക് രണ്ട് ബിൽഡിങ്സ് ക്ലോസ് ആയിട്ട് സ്പേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ രണ്ട് ബിൽഡിങ്സ് ക്ലോസ് ആയിട്ട് സ്പേസ് ചെയ്തിട്ട് എന്താ സംഭവിച്ചെന്ന് കണ്ടോ? ഇതിനകത്ത് ഒരു ബിൽഡിംഗ് ഫെയിലായി, എന്നിട്ട് തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വീണിരിക്കുകയാണ്. അപ്പോൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ഗ്യാപ്പ് ഇട്ട്, നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇൻ കേസ് ഒരു ബിൽഡിംഗ് ഫെയിൽ ആയി കഴിഞ്ഞാലും അടുത്ത ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അത് വീഴാതിരിക്കാനായിട്ട്. ഇവിടെ കണ്ടോ, ഗ്രൗണ്ട് മൂവ് ചെയ്ത് പോയി, പക്ഷെ എന്ത് ചെയ്തു, മുകൾ വശം അതേ കണക്കാനായിരുന്നു. ഇനേർഷ്യ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് അവിടെ തന്നെ നിന്നു. പക്ഷെ എന്ത് ചെയ്യാണ്, അത് ഒരുപാട് നേരം അങ്ങനെ വിസ്റ്റേൺ ചെയ്യാൻ പറ്റുന്നില്ല. ബോഡിയുടെ വെയിറ്റ്, ഇതിന്റെ വെയിറ്റ് ഒരുപാട് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ്, കോൺക്രീറ്റിന്റെ വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് ടോപ്പിൾ ചെയ്ത് തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വീണിരിക്കുക. സോ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ there should be a clear distance between two buildings. അടുത്തടുത്ത് തന്നെ കൊണ്ട് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്ത് വെക്കരുത്, കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബേസ് ഐസൊലേഷൻ ടെക്നിക്. നമ്മൾ ബിൽഡിങ്സിനെ എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ബേസ് ഐസൊലേറ്റഡ് ബിൽഡിംഗ്. അപ്പോൾ ഫസ്റ്റ് ഇമേജ് കാണിച്ചിരിക്കുന്നത് ഫിക്സഡ് ബേസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതൊക്കെ ഗ്രൗണ്ട് ഫിക്സഡ് ആയിരിക്കും, ഫൗണ്ടേഷൻ ഗ്രൗണ്ടിലായിട്ട് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ബേസ് ഐസൊലേഷൻ ടെക്നിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ ഒരു വളരെ കുറച്ച് എഫക്റ്റ് മാത്രമേ ബിൽഡിങ്ങിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഷേക്ക് എന്താണ്, എർത്ത്ക്വേക്ക് സീസ്മിക് വേവ്സിന്റെ എഫക്റ്റ് ബിൽഡിങ്ങിൽ വരുന്നത് കുറവായിരിക്കും. അപ്പോൾ ഷേക്ക് ഒരുപാട് വേവ്സിന്റെ എഫക്റ്റ് കുറവായതുകൊണ്ട് ആ ബിൽഡിംഗ് കുറെ നേരം എർത്ത്ക്വേക്കിന് റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഫിക്സഡ് ബേസ് ബിൽഡിംഗ് ആൻഡ് ബേസ് ഐസൊലേറ്റഡ് ബിൽഡിംഗ്. ബേസ് ഐസൊലേഷൻ എന്ന ടെക്നിക്കാണ് നമ്മൾ യൂഷ്വലി ഒരു എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ബേസ് ഐസൊലേഷൻ ടെക്നിക്. ക്ലിയർ ആണോ? Yes, sir. നമ്മൾ ഈ ബേസ് ഐസൊലേഷൻ ടെക്നിക്ക് എന്നുള്ള ടെക്നിക്സ് അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ചോദിക്കണമെന്നില്ല. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ബേസ് ഐസൊലേഷൻ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി ബിൽഡിങ്സ് എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ആക്കി കൺസ്ട്രക്ട് ചെയ്യുന്നത്. സുനാമി എന്ന് കേട്ടിട്ടുണ്ടോ? Yes, sir. Yes, sir. സുനാമി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
ഇതാണ് ടെക്ടോണിക് മൂവ്മെന്റ്സ്, എർത്ത് ക്വേക്കിന്റെ എഫക്റ്റ് കൊണ്ടാണ് അതും ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് ഈ അനിമേഷൻ നോക്കി കാണാം. സോ എന്ത് സംഭവിച്ചു? സീല് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൊളൈഡ് ചെയ്തു, സീസ്മിക് വേവ്സ് ഒറിജിനേറ്റ് ചെയ്തു. ആ സീസ്മിക് വേവ്സ് സീൽ കൂടി ട്രാവൽ ചെയ്യാണ്. അപ്പോൾ സീസ്മിക് വേവ്സ് സീ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ്, ഉള്ളിലുള്ള ഷിപ്സ്, കടലിന് ഉള്ളിലുള്ള ഷിപ്സിനൊന്നും അത് വളരെ വലിയൊരു എഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ആസ് ദ സീസ്മിക് വേവ് പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ ഷോർ, സീസ്മിക് വേവ് ഷോറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതൊരു ഹ്യൂജ് വേവ് ആയിട്ട് വരും. അങ്ങനെയാണ് സുനാമി വേവ്സ് ഉണ്ടാകുന്നത്. കടലിനുള്ളിലുള്ള ഷിപ്സിനൊന്നും അത് വലിയ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് സീഷോറിലേക്ക് വരുമ്പോഴാണ് ഹ്യൂജ് മാസ് വേവ്സ് ആയിട്ട് വന്ന് ആ ഒരു റീജിയൻ മൊത്തവും എടുത്തുകൊണ്ട് പോകുന്നത്. സോ 2004 സുനാമിയുടെ എഫക്റ്റ് ആണ്. ബിഫോർ January 10, 2003 Indonesia, after December 29, 2004 satellite images. സോ സുനാമി എന്താണ്, എർത്ത് ക്വേക്കിന്റെ എഫക്റ്റ് തന്നെയാണ് അവിടെയും വരുന്നത്. സീസ്മിക് വേവ്സ് ആണ് അവിടെയും ഡിവാസ്റ്റേറ്റിംഗ് വേവ്സ്, ഹ്യൂജ് മാസ് വേവ്സ് ആയിട്ട് വന്ന് ഡിസ്ട്രക്ഷൻസ് കോസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ എർത്ത് ക്വേക്ക് മെഷർ ചെയ്തത് പറഞ്ഞു. സോ സീസ്മോഗ്രാഫിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, സീസ്മോഗ്രാഫ്. ആൻഡ് സീസ്മോഗ്രാഫ് റെക്കോർഡ് സീസ്മിക് വേവ്സ്. സോ ഇതാണ് സീസ്മോഗ്രാഫ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്. നമുക്ക് അവിടെ എന്താണ്, ഈ ഗ്രൗണ്ട് ഷേക്കിംഗ് അനുസരിച്ച് ഗ്രൗണ്ടിന്റെ ഷേക്കിംഗ് എന്ത് ചെയ്യാണ്, നമ്മളൊരു പേപ്പറിൽ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പേപ്പറിൽ നമുക്ക് പി വേവ്സും എസ് വേവ്സും ലവ് വേവ്സും റെയിലിക് വേവ്സും എല്ലാ വേവ്സും ഈ പേപ്പറിൽ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സീസ്മോഗ്രാഫ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്, സീസ്മോഗ്രാഫ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു അനിമേഷൻ കാണിച്ചു തരാം. സോ എന്താണ്, ഒരു പോയിന്റിൽ എർത്ത് ക്വേക്ക് ഉണ്ടായി. എർത്ത് ക്വേക്ക് നമ്മൾ സീസ്മോഗ്രാഫ് ഗ്രൗണ്ടിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എർത്ത് ക്വേക്കിന്റെ എഫക്റ്റ് കൊണ്ട് ആ സീസ്മോഗ്രാഫ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് മൂവ് ചെയ്യാണ്. ആ ഇൻസ്ട്രുമെന്റ് അറ്റത്ത് എന്തുണ്ട്, ഒരു നീഡിലുണ്ട്. ആ നീഡില് അത് റെക്കോർഡ് ചെയ്യും. എർത്ത് ക്വേക്കിന്റെ ഗ്രൗണ്ട് ഷേക്കിംഗ് വരുന്നു. ഗ്രൗണ്ട് ഷേക്കിംഗ് വന്നു കഴിയുമ്പോൾ ആ സീസ്മോഗ്രാഫ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിന്റെ ഏറ്റവും എൻഡിൽ ഒരു നീഡിലുണ്ട്. ആ നീഡിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതൊരു പേപ്പറിലേക്ക് റെക്കോർഡഡ് ആയിട്ട് വരും. ആ പേപ്പറിൽ റെക്കോർഡ് ആവുന്ന വേവ്സിനെ നമ്മൾ പി വേവ്സും എസ് വേവ്സും ലവ് വേവ്സും റെയിലിക് വേവ്സും ആയിട്ട് എഴുതാൻ പറ്റും. So records obtained is called seismograms. ഇങ്ങനെയാണ് നമുക്ക് ആ റെക്കോർഡിംഗ് കിട്ടുന്നത്, ആ പേപ്പറിൽ കിട്ടുന്ന റെക്കോർഡിങ്സ്. പി വേവ്, എസ് വേവ് ആൻഡ് സർഫസ് വേവ്. സോ ഈ റെക്കോർഡിംഗ് ചെയ്തിരിക്കുന്ന പേപ്പറാണ് സീസ്മോഗ്രാംസ് എന്ന് പറയുന്നത്. സീസ്മോഗ്രാംസ് ആ റെക്കോർഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പേപ്പറാണ് സീസ്മോഗ്രാം. സീസ്മോഗ്രാഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് സീസ്മോഗ്രാഫും നമ്മൾക്ക് ആ മെഷർ ചെയ്ത് കിട്ടുന്ന പേപ്പറാണ് സീസ്മോഗ്രാംസ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, sir. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഒന്നുമില്ല? ഇല്ല സർ. Okay. So attendance, Abhi Anil present ആണോ? Yes sir, present.